ഫെയിലിംഗ് ചീഫ് മിനിസ്റ്റർ എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവില്ലേ, പറയുന്ന നുണ ആണ് എന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാവില്ലേ? സർക്കാർ പണം സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കുന്ന നിലയിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. കെ ആന്റണി ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ കെ മുരളീധരനാണ്. KPCC പ്രസിഡന്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കെ മുരളീധരൻ എന്താ പറഞ്ഞത്? നേരെ തിരിച്ചു പറഞ്ഞു. കരുണാകരൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും നിരന്തരമായി എതിർത്തു. എന്നിട്ട് ആ ഗ്രൂപ്പിനെയും കൊണ്ട് DICയിലേക്ക് പോയാലും കെ മുരളീധരനാണ്. സത്യത്തിൽ മാർക്സിസ്റ്റ് വിരോധം വെച്ച് മാത്രം പ്രവർത്തിച്ചാൽ അത് എക്സ്പോസ് ചെയ്യപ്പെടും. അതിപ്പോൾ തന്നെ പതുക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ സമാന്തരമായി ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നന്നാക്കിയില്ലേ? ഈ വിമർശകന്മാരാരെങ്കിലും അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് പറയുന്നുണ്ട്? അപ്പോൾ UDFൻ്റെ വിദ്യാഭ്യാസ നയവും LDFൻ്റെ വിദ്യാഭ്യാസ നയവും ഒന്നാണോ? അല്ല. ഈ CJP സമരമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം. ഇപ്പോൾ കേരളത്തിലെ ഇത്തരം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും വളരെ നിയറസ്റ്റ് ഫ്യൂച്ചറിൽ നമുക്ക് CJP സമരം പോലൊരു സമരം കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടാവാനൊരു സാഹചര്യം ഉണ്ടോ? ഏത് സമരം എപ്പോൾ പൊട്ടിപ്പുറപ്പെടും എന്ന് പറയാൻ കഴിയില്ല. CJP സമരത്തിൻ്റെ പിന്നിലുള്ള പ്രശ്നം നമ്മുടേന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ പ്രായക്കാരനാവും. എനിക്കറിയില്ല, നിങ്ങളെ കുറച്ചുകൂടി പ്രായത്തിൽ താത്താം. ഇന്നത്തെ ചെറുപ്പക്കാരുടെ പൊതുവായ പ്രശ്നമാണ് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നു. ആ വിദ്യാഭ്യാസം കഴിഞ്ഞൊരു ജോലി കിട്ടണമെങ്കിൽ എല്ലാം മത്സര പരീക്ഷ. സർക്കാർ മേഖലയിൽ വേക്കൻസികൾ കുറയുന്നു. വലിയ വർത്തമാനമൊക്കെ പറയുമ്പോൾ കേരളത്തിൽ മാത്രമാണ് പഴയ സിവിൽ സർവീസ് ഉള്ളത്. PSC റാങ്ക് ഹോൾഡർമാർക്ക് സമരം ചെയ്യാൻ കേരളം മാത്രമേ ഉള്ളൂ. UPSCക്ക് ഇങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ആരെയും അവർ പകരം വയ്ക്കുന്നില്ല. സെൻട്രൽ ഗവൺമെൻറ് ഡ്രൈവർ ഉണ്ടോ? ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ടോ? ആരുമില്ലല്ലോ. സെൻട്രൽ പബ്ലിക് സെക്ടർ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ മര്യാദയ്ക്ക്? എല്ലാം അടച്ചുകൂട്ടിയില്ലേ? സംവരണം ഉണ്ടോ? അവിടെ സംവരണം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് സ്വാഭാവികമായും ഇത് നമ്മുടെ വ്യവസ്ഥയുടെ ഒരു പ്രശ്നമാണ്. ഇതെല്ലായിടത്തും വരുന്നുണ്ട്. യൂറോപ്പിൽ ഇങ്ങനെ വരുമ്പോഴാണ് അവർ പറയണത് ഈ ബ്രൗൺ കളേർഡ് സ്കിൻസ് ആണ് നമ്മുടെ ജോലിയൊക്കെ എടുക്കുന്നത്. അതിലെ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് വന്ന H1B1 അല്ലേ, വിസയുടെ മേലെ ടാരിഫ് ചുമത്തുന്നതും ഒക്കെ ചെയ്യുന്ന അതല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഗ്ലോബൽ ഓർഡർ പൊളിഞ്ഞു പോവുകയാണ്. അതാ ഗ്ലോബൽ ഓർഡറിൻ്റെ കുഴപ്പമുണ്ട്. മനസ്സിലായില്ലേ? ആ പൊളിയുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇരുന്നിട്ട് അവർ പറയും ഇതിൻ്റെ കാരണക്കാർ ലാറ്റിൻ അമേരിക്കൻസാണ്, ഇതിൻ്റെ കാരണക്കാർ ഏഷ്യൻസാണ്, നിഗേഴ്സാണ് എന്നൊക്കെ അവരെ ആക്ഷേപിക്കും. ഇവിടെ ഇവർ പറയും, മോദി പറയും മുസ്ലിമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. പ്രശ്നം വ്യവസ്ഥയ്ക്കാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളാരെങ്കിലും വിചാരിച്ചാൽ ഉയർന്ന മധ്യവർഗത്തിലുള്ള ആളുകൾ, നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് വരെ കുട്ടികൾ സമരത്തിന് പോയിട്ടുണ്ട്. അതിന് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ സമരം, ശ്രീലങ്കയിലെ സമരം ആരെങ്കിലും ധരിച്ച ഈ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട് CPM തീർന്നു. അങ്ങനെയൊന്നും ഒന്നും പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷം എത്രത്തോളം ഇത് മനസ്സിലാക്കി ഇടപെടുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ഭാവി. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ശ്രീലങ്കയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ. നിങ്ങൾ തൊട്ട് മുമ്പ് ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല അതിൻ്റെ പേര്. അപ്പോൾ അവരുടെ സീറ്റുകളുടെ എണ്ണം നോക്കി നിങ്ങൾ. ഇന്ത്യയിലെ പാർലമെൻറ്റിലുള്ള അത്ര എണ്ണം അവർക്ക് ഉണ്ടായുള്ളൂ. പക്ഷെ അടുത്ത് വന്ന ബഹുജന സമരത്തിൻ്റെ മുന്നണിയിൽ അവരുണ്ടായിരുന്നു. സ്വാഭാവികമായി അവരടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ഈ പറഞ്ഞ ശ്രീലങ്കയിലെ പാർട്ടി തന്നെ പണ്ട് തീവ്രവാദപരമായ പ്രവർത്തനം മാത്രം നടത്തി പോയിരുന്നൊരു പാർട്ടിയാണ്. അതാണ് പിന്നീട് ജനാധിപത്യത്തിൽ പങ്കാളിയായി ഇപ്പോൾ അവിടെ ഭരണത്തിലേക്ക് വന്നത്. അപ്പം സമരം അടുത്തത് എവിടെ ഉണ്ടാകും എന്നത് പറയാൻ പറ്റില്ല. കേരളത്തിന് ധാരാളം പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളം പിടിച്ചു നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് കുട്ടികളെല്ലാവരും നല്ല ജോലിക്ക് പുറത്തേക്ക് പോയതുകൊണ്ടാണ് നമ്മളിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും 2 കാറായിട്ട് നടക്കുന്നത്. അതിനെപ്പോഴെങ്കിലും ഒരു സ്റ്റോപ്പ് മെമ്മോ അടിച്ചാൽ ട്രംപിനെ പോലെ ഒരു 100 ട്രംപ് വന്നാൽ തന്നെ പ്രശ്നങ്ങളാവാൻ തുടങ്ങും. അല്ല, ഈ വിദ്യാഭ്യാസമായിട്ട് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിലെ ഏറ്റവും വലിയ വിവാദമായ PM ശ്രീയെ പറ്റി നമുക്ക് പറയേണ്ടി വരും. ഈ പറയുന്ന പോലെ കോളേജുകളിൽ, അതായത് യൂണിവേഴ്സിറ്റികളിൽ ഓൾറെഡി ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സ്കൂളുകളിൽ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ഒരു വിമർശനം. അല്ല, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം തുടങ്ങി എന്നതുകൊണ്ട് ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ 4 ഇയർ ഓണേഴ്സ് വന്നു എന്നത് മാത്രമാണ് വ്യത്യാസം. ഈ 4-ാം വർഷത്തെ ഓണേഴ്സ് വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഡിഗ്രി മാത്രമായിട്ട് പുറത്തേക്ക് പോകാം, നമുക്ക് വേറെ ഹയർ സ്റ്റഡീസിലേക്ക് പോകാം. അത് ഒരു കാരണവശാലും
സ്കൂൾ വിദ്യാഭ്യാസമായിട്ട് കണക്റ്റഡ് അല്ല. കാരണം 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കോളേജ് വിദ്യാഭ്യാസത്തിന് വരുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തെറ്റായ കാര്യങ്ങൾ കേരളത്തിൽ LDF സർക്കാരിനെ പറ്റി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ആരുടെയൊക്കെ കാലത്താണ്? കോൺഗ്രസിൻ്റെയും BJPയുടെയും കാലത്ത് തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്ന യൂണിവേഴ്സിറ്റികളാണ്. എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? ഇപ്പോൾ നമ്മുടെ കോളേജുകൾ ആദ്യം സെൽഫ് ഫിനാൻസിങ് നിർത്തിയിട്ട് നമ്മളിതിനൊക്കെ പ്രതിരോധിച്ച് നിന്നതല്ലേ. പക്ഷേ സെൽഫ് ഫിനാൻസിങ് നിർത്തിയിട്ട് ഇപ്പോൾ കോളേജുകളുടെ ആവശ്യം എന്താണെന്നറിയൂ? അവർക്ക് സെൽഫ് ഫിനാൻസിങ്ങും വേണ്ട, സെൽഫ് ഫിനാൻസിങ് അല്ല, ഓട്ടോണമസും വേണ്ട. ഞങ്ങൾക്ക് ആവശ്യം ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പൊസിഷനിങ് ആണ്. കാരണം എന്താ? അപ്പോൾ പിന്നെ ഇത് മറ്റേ സർട്ടിഫിക്കറ്റിനെങ്കിലും MG യൂണിവേഴ്സിറ്റി പോകണം. ഒന്നും വേണ്ട, നമുക്ക് തന്നെ കൊടുക്കാം. അപ്പോൾ അമൃത യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനെ കാണാതെ എന്താ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ PM ശ്രീയെ നമ്മൾ എതിർത്തത്? PM ശ്രീ ഒന്ന് തെറ്റിദ്ധാരണജനകമായി പറയരുത്. PM ശ്രീയെ നമ്മളെ നിർബന്ധിച്ചതിൻ്റെ പിന്നിൽ കേന്ദ്രമുണ്ട്. കാരണം എന്താ? കേന്ദ്രം നിർബന്ധിക്കാൻ കാര്യം, കേന്ദ്രം അതിലൊരു ലൂപ്പ് വെച്ച് എന്തിനാണ്? നിങ്ങൾക്ക് സർവ്വശിക്ഷ അഭിയാൻ്റെ കാശ് നമ്മൾ ചെയ്തു കഴിഞ്ഞാണ്, അത് തരണമെങ്കിൽ നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. സർവ്വശിക്ഷ അഭിയാൻ്റെ കാശ് നമുക്ക് കിട്ടി. ഇവിടെ വന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞങ്ങൾ PM ശ്രീയിൽ ഇല്ലയെന്ന് കത്തെഴുതി. അവിടെ തീർന്നു. MOU ആണ് ഒപ്പിട്ടത്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതൊരു അഗ്രിമെൻ്റ് പോലും അല്ല, അല്ലേ? അപ്പോൾ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. JB മേത്തർ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി തന്നെ പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞു, നിങ്ങൾ PM ശ്രീയിൽ പങ്കെടുത്തില്ലെങ്കിലും യാതൊരു പ്രശ്നമില്ലാന്ന്. PM ശ്രീയുടെ ഫണ്ട് കിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. PM ശ്രീയെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എതിർക്കുന്നത് കറിക്കുലത്തിലെ ചേഞ്ചാണ്. പാഠപുസ്തകങ്ങളാണ് അതിലെ ഗൗരവപ്പെട്ട പ്രശ്നം. മനസ്സിലായില്ലേ? നമ്മൾ ഒന്ന് രണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും അന്നും നമ്മൾ ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നമ്മൾ സമാന്തരമായി ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നന്നാക്കിയില്ലേ? ഈ വിമർശകന്മാരാരെങ്കിലും അതിനെപ്പറ്റി ഒരു നല്ല വാക്ക് പറയുന്നുണ്ട്? എല്ലാ മണ്ഡലത്തിലും ഒരു സ്കൂള് ഏറ്റവും മോഡേൺ ആക്കി. എന്താ ഇവർ കാണാത്തത്? ഗവൺമെൻറ് സ്കൂളുകളിൽ എൻറോൾമെൻറ്റ് വർദ്ധിച്ചു. ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ ഒരുപാട് വർദ്ധിച്ചു. ഒറ്റ സ്കൂൾ അടച്ചുപൂട്ടിയില്ല. അപ്പോൾ UDFൻ്റെ വിദ്യാഭ്യാസ നയവും LDFൻ്റെ വിദ്യാഭ്യാസ നയവും ഒന്നാണ്? അല്ല. എന്നിട്ട് ഇവരെന്താ പറയണത്? VD സതീശൻ ഒരു പുരോഗമനവാദിയാണ്, പിണറായി വിജയനാണ് ഇത് മുഴുവനും ഡീലുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഇവരുടെ നുണ കുറേ കാലം മലയാളി ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ഒന്നുകൂടി ഞാൻ മറുപടി പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ കുറേ വാർത്താ സമ്മേളനങ്ങളും PM ശ്രീ ഉൾപ്പെടെ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന U-ടേണും കണ്ടു കഴിയുമ്പോൾ, ഇപ്പോൾ വഖഫ് ബോർഡിൽ ഉൾപ്പെടെ വരുത്തിയ U-ടേൺ കാണുമ്പോൾ ഡീൽ ആര് തമ്മിലാണ് എന്നത് മലയാളിക്ക് വ്യക്തമാകും. ഈ പറയുന്ന സാമൂഹിക വിമർശകരാണെന്നുള്ള പേരിൽ സത്യത്തിൽ മാർക്സിസ്റ്റ് വിരോധം വെച്ച് മാത്രം പ്രവർത്തിച്ചാൽ അത് എക്സ്പോസ് ചെയ്യപ്പെടും. അതിപ്പോൾ തന്നെ പതുക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ വിചാരിക്കുന്നത് അത് കൂടുതൽ ജനങ്ങളെ ഈ തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കി LDFനോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറാൻ ഇതെല്ലാം സഹായിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ മുരളീധരൻ്റെ വിഷയം തന്നെ പറഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ, അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ മുരളീധരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി VD സതീശനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അതായത് വീണ ജോർജുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് CPM-ൻ്റെ? ഒന്നാമത്തെ കാര്യം, ശ്രീ K മുരളീധരൻ്റെ അഭിപ്രായം, ബഹുമാനായ ശ്രീ K മുരളീധരൻ്റെ അഭിപ്രായത്തെ വളരെ ഗൗരവമായി നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണുന്ന ഞാൻ വിചാരിക്കണല്ലോ. കാരണം മാധ്യമങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് മുരളീധരൻ. കാരണം ഈ കോല് വയ്ക്കുമ്പോൾ അപ്പം അഭിപ്രായം പറയുന്ന ആളാണ്. മുരളീധരൻ അങ്ങനെ സ്ഥായിയായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഈ മറൈൻ ഡ്രൈവിൽ നിന്നിട്ടല്ലേ ഉമ്മൻചാണ്ടി കള്ളൻ, ഓർമ്മയുണ്ട പ്രസംഗം? ഞാനിപ്പോൾ അത് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ഓർക്കും. TM ജേക്കബ് ഉണ്ട് ആ വേദിയിൽ, അദ്ദേഹം അഴിമതി ആരോപണം ഉന്നയിച്ചു. പക്ഷെ വളരെ മോശമായി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞത് ശ്രീ മുരളീധരനാണ്. മാറ്റി പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായോ? AK ആന്റണി ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ ആരാ? K മുരളീധരനാണ്. KPC പ്രസിഡന്റ് ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ K മുരളീധരൻ എന്താ പറഞ്ഞത്? നേരെ തിരിച്ചു പറഞ്ഞു. K കരുണാകരനെ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനെയും നിരന്തരമായി എതിർത്തു. എന്നിട്ട് ആ ഗ്രൂപ്പിനെയും കൊണ്ട് DICയിലേക്ക് പോയ ആരാ? K മുരളീധരനാണ്, അല്ലേ? മന്ത്രി MP ആയിരുന്ന ആൾ പെട്ടെന്ന് KPCC പ്രസിഡൻ്റാണ്. അപ്പോൾ KPCC പ്രസിഡൻ്റായി. KPCC പ്രസിഡന്റ് സ്ഥാനം തിരിക്കുമ്പോൾ തന്നെ വീണ്ടും മന്ത്രിയാവണം. അപ്പോൾ വീണ്ടും മത്സരിച്ചു. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് ഒരുമിച്ച് മത്സരിച്ചു. ഇതൊക്കെ ഇപ്പോഴത്തെ ആളിൽ മറന്നു പോവുകയാണ്.
ഏത് കുടുംബവാഴ്ച എന്ന് പറയുന്ന ഒരു 3 പേര് വിവാദം ഒരുമിച്ച് മത്സരിച്ചു. ഇതെല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹം പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. അദ്ദേഹം ഈ ചില വാചകങ്ങളെടുത്ത് മീഡിയയ്ക്ക് അരമണിക്കൂർ നേരത്തേക്ക് വൈറലാകും. പക്ഷെ അതൊക്കെ തിരിച്ചടിക്കുക. ഉദാഹരണത്തിന് എരണം കെട്ടവർ ഭരിച്ചാൽ അല്ലേ, വീണ ജോർജിനെ പറ്റി പറഞ്ഞല്ലേ, ഇപ്പം എന്തായി? ആരോഗ്യ മേഖലയിൽ ശ്രീമതി ടീച്ചറാണ് തുടങ്ങിയത്, പിന്നീട് അത് ശൈലജ ടീച്ചർ കണ്ടിന്യൂ ചെയ്തു, വീണ ജോർജാണ് പിന്നെ വന്ന മന്ത്രി. അപ്പോൾ ഒരു ശൈലിയുണ്ട്. ഒന്നാമതൊരു വനിതകളാണ്, സൗമ്യമായ ഒരു മുഖവും പ്രാപ്തമായ നേതൃത്വം വരുന്നു. പലപ്പോഴും വനിതകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്നിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. ശ്രീമതി ടീച്ചറും ഇപ്പോൾ ശൈലജ ടീച്ചറിന് കിട്ടിയ അവാർഡൊക്കെ നമുക്കറിയാം. ആ സ്ഥാനത്ത് ഇദ്ദേഹം വന്ന ഉടനെ ആദ്യം ചെയ്ത കാര്യം ട്രാൻസ്ഫറാണ്. ഒരു നാടകം നമ്മൾ കണ്ടില്ലേ, മുഴുവൻ പേരെയും ട്രാൻസ്ഫർ ചെയ്തു. ഒരു സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എന്ത് ചെയ്യും നിങ്ങൾ ആലോചിക്കും. ആരാണോ അപ്പോഴത്തെ മുഖ്യമന്ത്രി മന്ത്രിമാരെന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറയുന്ന നയങ്ങൾ നടപ്പിലാക്കാൻ അവരിയ്ക്കണത്. അടുത്ത സർക്കാർ വരുമ്പോൾ അവർ നേരെ ഇപ്പോൾ DGP ഞങ്ങൾ വെച്ച DGP അല്ലേ, ഇപ്പം ഈ സർക്കാരിൻ്റെ കീഴിൽ DGP പ്രവർത്തിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാരെ നമ്മൾ കണ്ണും മൂക്കും നോക്കാതെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ആരംഭിച്ച ഒരു ആരോഗ്യ മേഖലയുടെ പ്രവർത്തനമാണ് അവതാളത്തിലായത്. അപ്പോൾ അത് പിന്നെ ഇവരുടെ ഒരു പ്രശ്നം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇവർ നമ്മുടെ നിയമസഭയിൽ പറയുന്നത് ഇൻഷുറൻസാണ്. അതാണ് ഞാൻ നേരത്തെ US പോളിസി എന്ന് പറഞ്ഞത്. ഇൻഷുറൻസിൻ്റെ അപകടം എന്താ? ഇൻഷുറൻസിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്കാണ്. ആവശ്യമില്ലാത്ത ടെസ്റ്റ് നമ്മുടെ മേത്ത് ചെയ്യും. സ്വകാര്യ ആശുപത്രികൾ മാത്രം തഴച്ച് വളരും. നമ്മുടെ നയം എന്താ? സ്വകാര്യ ആശുപത്രി വേണം. കാരണം സ്വകാര്യ ആശുപത്രി നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്വകാര്യ മേഖലയെ തള്ളി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് തന്നെ ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജുകളെയും സ്ട്രെങ്തൻ ചെയ്യുക. ആ നയത്തിൽ നിന്നും മാറി സർക്കാർ പണം സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കുന്ന നിലയിലേക്കാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ചിഹ്നമായി മാത്രം ശ്രീ K മുരളീധരനെയും ആരോഗ്യവകുപ്പിനെയും കണ്ടാൽ മതി. ഈ അടുത്ത് വന്നൊരു വാർത്തയാണ്, ഇവിടെ ഒരു സർക്കാർ ആശുപത്രിയിൽ, അതായത് കൊട്ടാരക്കരയിൽ ഒട്ടേറെ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നു, എക്സ്പയറി ആയി പോയി എന്നൊക്കെയുള്ള തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓവർ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നതാണോ, അതല്ല കൃത്യമായ ഓഡിറ്റിംഗ് നടക്കാത്തതിൻ്റെ പ്രശ്നമായിരിക്കും? അല്ല, അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടി വരും. നമുക്കിപ്പോൾ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി തീർച്ചയായും മൂർച്ചയോട് പറയണത് ശരിയല്ല. കാരണം സർക്കാർ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ നിരന്തരമായ ശ്രദ്ധ ഉണ്ടായില്ലെങ്കിൽ, അതാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഒരു പ്രത്യേക സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ സിസ്റ്റത്തെ ഉത്തരവാദിത്വപൂർണ്ണമായ സിസ്റ്റമായിട്ട് പ്രവർത്തിപ്പിച്ചാലാണ് കോവിഡിൽ കണ്ടത്. അതേ സമയത്ത് നമ്മളതിനെ വളരെ ലേസിയായിട്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പല തെറ്റുകളും വരും. അപ്പോൾ അത് പരിശോധിച്ചാലേ പറയാൻ കഴിയുള്ളൂ. അതൊക്കെ പരിശോധിക്കണം. ഇപ്പോഴും VD സതീശൻ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് തോന്നിയത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൽ എന്തോ ദുരുദ്ദേശമുണ്ട്, നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറയുക, ഇപ്പോഴും ഓപ്പോസിഷൻ പാർട്ടിയെ കുറ്റം പറയുക. അപ്പം ഏകോപനത്തിന് പകരം ഇപ്പോഴും ഒരു പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരാളെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനൊക്കെ ഹാങ് ഓവർ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായ പ്രതിപക്ഷ നേതാവിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇത് എത്ര കാലം പറയും? ഇപ്പോൾ ഒരു പുതിയ മേയർ വന്നിട്ട് എത്ര കാലം പഴയ മേയറെ പറയും? പഴയ കൗൺസിലാണ്. അതിനാണുള്ള പുതിയ ആളുകളെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് അധികാരത്തിൽ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ അത് കുറേ കഴിയുമ്പോൾ ജനം പരസ്പരം ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ചോദ്യം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത്. മുഖ്യമന്ത്രിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഗൗരവമുണ്ട്, ഒരു പക്വതയുണ്ട്, ഒരു സമചിത്തതയുണ്ട്, ഒരു ഒരു കാര്യത്തെ പഠിച്ചിട്ട് മാത്രം പറയാനുള്ളൊരു രീതി ഉണ്ടാകണം. മാത്രമല്ല എപ്പോഴും പ്രതികരണം. അതും ചിലപ്പോൾ സാധ്യമാകുമെന്ന് വരില്ല. ഇപ്പോൾ സതീശൻ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആവശ്യമുള്ള സമയത്ത് പോലും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫെയിലിംഗ് ചീഫ് മിനിസ്റ്റർ എന്നാണ്. ഫെയിൽഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇനിയും സമയമുണ്ട്. ഫെയിലിംഗ് ചീഫ് മിനിസ്റ്റർ എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. ഇപ്പം സോഷ്യൽ മീഡിയയുടെ പിന്തുണ കുറേയൊക്കെ ചിലപ്പോൾ ഓർക്കസ്ട്രേറ്റഡ് ആകാം, മാധ്യമങ്ങൾ ചില ആളുകളുടെ പിന്തുണ ഉണ്ടാകും, ഇതേപോലെ ചില വ്യക്തികൾ പിന്തുണയ്ക്കുന്നതുണ്ടാകും കുറേ കാലം. പക്ഷെ എപ്പോഴും അവർക്ക് അങ്ങനെ പിന്തുണച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് പറയുന്നവർക്ക് സ്വാഭാവികമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയേണ്ടി വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഈ ചോപ്പർ വിവാദത്തിൽ തന്നെ ഇപ്പോൾ ഉടനെ ഈ അടുത്ത് തന്നെ അതിൻ്റെ കാലാവധി അവസാനിക്കാൻ പോവാണ്. അപ്പം ഈ കോൺഗ്രസ് ഒരിക്കൽ പറഞ്ഞ അധിക ചിലവ് എന്ന് വിശേഷിപ്പിച്ച് ഈ ചോപ്പറിനെ അവർ നിലനിർത്താൻ സാധ്യതയുണ്ടോ? അതോ ഒന്ന് ആലോചിച്ച് നോക്കി, ഹെലികോപ്റ്ററിൽ വന്നത് ഏത് പരിപാടിക്കാണ്? നമ്മൾ കണ്ട ഒരു പരിപാടിയേ ഉള്ളൂ, ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനം അല്ലേ? ഏതെങ്കിലും ഒരു വലിയ ഇൻവെസ്റ്ററായിട്ട് സംസാരിച്ചാൽ സ്വാഭാവികമായിട്ട് ഞാൻ കേട്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെറുതെ വന്നാൽ പോലും ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതല്ല അദ്ദേഹത്തിൻ്റെ റീൽസൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ, ഒരാൾ വന്ന് അവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു വ്യവസായി വന്ന് ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ലേ സാധാരണ മുഖ്യമന്ത്രി ചോപ്പർ പിടിച്ച് വരേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം പറയുന്നില്ലല്ലോ മറുപടി. അല്ലെങ്കിൽ ഇനി മറ്റേ ടാറ്റ ഷിപ്പ് യാർഡ് ഉണ്ടാക്കിയ പോലെ കൊച്ചിയിലിനി അംബാനി പോർട്ട് ഉണ്ടാക്കണ്ടെന്ന് എനിക്കറിയില്ല പുതിയതായിട്ട് വിഴിഞ്ഞം കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവില്ലേ, പറയുന്ന നോണ ആണ് എന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാവില്ലേ? അതെനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള എന്താ പറയണ്ടേ, കേരളത്തിൽ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉടനെ ഉണ്ടാവില്ലെങ്കിൽ പോലും ഈ നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു നല്ല നാളെയിലേക്ക് ഈ ഭരണം അല്ല, നമുക്ക് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ കണ്ട്, കക്ഷി രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ കണ്ട് എപ്പോഴും അതിനെയൊക്കെ പരാജയപ്പെടുത്തുക എന്നുള്ളതിന് പകരം വിശാലമായ കേരളീയ താല്പര്യത്തെ മുന്നിൽ കണ്ടായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ ശ്രീ പിണറായി വിജയൻ ഭരിച്ചത്. അപ്പോൾ അതേ മാതൃക തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഉണ്ടാകേണ്ടത്. അത് ഞങ്ങൾ തുടരും. അത് തോക്കണോ ജയിക്കണോ എന്നുള്ളത് ശ്രീ സതീശനും UDF-നും അവകാശപ്പെട്ടതാണ്.